ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഉലൂമുദ്ദീൻ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസുസാനി വൈഷ്റൂൻ 22ാമത്തെ പാഠം എന്താണ്? ഹഉലാഇ അഹ്ലു ബൈത്ത്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അതാണ് അഹ്ലു ബൈത്ത്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്ക് ഈ ബോക്സ് വായിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരത്തിൽ ഫാത്തിമയേക്കാൾ സാദൃശ്യമുള്ളതായി ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ അടുത്ത് ചെന്നാൽ അവർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹായുടെ അടുത്ത് പോകുമ്പോഴും ഉള്ള കാര്യം ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരത്തിൽ ഫാത്തിമയേക്കാൾ സാദൃശ്യം മറ്റൊരാൾക്കും ഉണ്ടായിരുന്നില്ല. പാഠം നോക്കാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹുവൈലിദിൻ്റെ മകൾ ഖദീജയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയും മുസാഹിമിൻ്റെ മകൾ ആസിയയും ഇമ്രാൻ്റെ മകൾ മറിയമുമാണ്. സ്വർഗസ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഹുവൈലിദിൻ്റെ മകൾ ഖദീജ. അപ്പോൾ ഖദീജയുടെ പിതാവാര്? ഹുവൈലിദ്. അതൊക്കെ മാച്ച് ചെയ്യാൻ വരാറുണ്ട്. പിന്നെ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, പിന്നെ മുസാഹിമിൻ്റെ മകൾ ആസിയ, ഇമ്രാൻ്റെ മകൾ മറിയം. മറിയമിൻ്റെ പിതാവാര്? ഒറ്റവാക്കിൽ ചോദ്യം വരും, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ആസിയ ആരുടെ മകളാണ്? മുസാഹിമിൻ്റെ മകളാണ്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ, ഇതിൽ നിന്ന് ഏതെങ്കിലും പേര് ഓപ്ഷണലിൽ ഉൾപ്പെടുത്തും. ഖദീജ, ഫാത്തിമ, ആസിയ, മറിയം. ഇതിൻ്റെ കൂടെ മൈമൂന, റംല എന്നൊക്കെ തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇതിലാരാണ് സ്വർഗ സ്ത്രീകളിൽ ശ്രേഷ്ഠർ എന്നുള്ളത് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമ ബീവിയെ കൂടാതെ മക്കളുണ്ടോ? മാജിദ ചോദിച്ചു. ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ട്. എത്ര മക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? 7 മക്കളാണ്. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ പഠിക്കലേ അതിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ്. അത് നമ്മുടെ കടമയാണ്. അവരെ സ്നേഹിക്കലും ബഹുമാനിക്കലൊക്കെ. അതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കലും ഡാഷ് നമ്മുടെ കടമയാണ് എന്നൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസ്സൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വ്യാപിച്ചത്. ആരിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വ്യാപിച്ചത്? ചോദ്യം വരാം. എന്താണ്? ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസ്സൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വ്യാപിച്ചത്. മനസ്സിലാക്കുക. ഹസ്സൻ, ഹുസൈൻ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെ. അപ്പോൾ അത് മനസ്സിലാക്കാം. ഉസ്താദ് പാടി. എന്താണ്? വസബഅത്തുൻ ഔലാദുഹും ഖാസിമുൻ സൈനബ് റുഖിയ ഫാത്തിമ യാ ഫാഹിം വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തൽ കുബ്രാ ബിതർതീബിർ റുക്ൻ അതാഹു ഇബ്രാഹീമു മിൻ സുരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. അപ്പോൾ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേര് പഠിക്കാൻ
നമുക്കൊരു ബൈത്ത് തന്നതാ. അപ്പോൾ ഈ ബൈത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് അവരെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേര്, ആൺമക്കളുടെ പേര്, പെൺമക്കളുടെ പേര് എന്നൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയും. എന്തൊക്കെയാണ് ഇത് പറയുന്നുണ്ട്? കാസിം, സൈനബ, റുക്കിയ, ഫാത്തിമ. 3 പെൺമക്കളും ഒരു ആൺകുട്ടിയായി ഈ ലൈനിൽ. പിന്നെ ഉമ്മു കുൽസു, അപ്പോൾ 4 പെൺകുട്ടികളായി. പിന്നെ അബ്ദുള്ള, കാസിമും അബ്ദുള്ളയും ആണ്. അവരെ ഉമ്മയാണ് ആര്? ഖദീജത്തുൽ കുബ്ര. ഖദീജത്തുൽ കുബ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ ബീവിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 6 മക്കൾ ഉണ്ടാവുന്നത്. 2 ആൺകുട്ടികളും 4 പെൺമക്കളും. കാസിമും അബ്ദുള്ളയും, സൈനബ, റുക്കിയ, ഫാത്തിമ, ഉമ്മു കുൽസു, ഇങ്ങനെ 4 പെൺമക്കളും. ഖദീജ ബീവിയാണ് അവരുടെ മാതാവ്. പിന്നെ ഇബ്രാഹിം എന്നൊരു കുട്ടി, ആരാണ് അവരുടെ മാതാവ്? മാരിയത്തുൽ കിബ്തിയ. ചോദ്യം വരാറുണ്ട്, ഇബ്രാഹീമിൻ്റെ ഉമ്മ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹീമിൻ്റെ ഉമ്മ ആര്? ആരാണ്? മാരിയത്തുൽ കിബ്തിയ. അപ്പോൾ അത് ബെയ്ത്ത് നന്നായിട്ട് പഠിച്ചാൽ മക്കളുടെ പേരും അവരുടെ ഉമ്മമാരുടെ പേരും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പിന്നെന്താണ്? ഉദിക്കുറുക്കുമുല്ലാഹു ഫി അഹ്ലി ബൈത്തി. എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു. അഹ്ലു ബൈത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിലാക്കാം. പിന്നെ ദഫ്തർ തോലിബ് നോക്കി നമുക്ക് ഇതിൻ്റെ വർക്ക് നോക്കാം. ഇവിടെ ആദ്യം നുൻഷിദുൽ ജുമുലയാണ് വരുന്നത്. വാക്യം നിർമ്മിക്കണം. സ്നേഹം എന്ന വാചകം ഉൾപ്പെടുത്തിയിട്ടൊരു വാക്യം നിർമ്മിക്കണം. എന്താണ് സ്നേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കണം എന്ന് എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കണം എന്ന് എഴുതാം. പഠിക്കൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേര് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അവരുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അങ്ങനെയൊക്കെ എഴുതാം. അപ്പം അത് മനസ്സിലാക്കി എഴുതുക. അടുത്തതാ ശ്രേഷ്ഠർ. സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് എഴുതാം. പിന്നെ അടുത്ത വരുന്നത് നുൻഷിദ് വ നക്തുബ്. ബൈത്ത് പാടുക, താഴെ എഴുതുക. എന്താണ് നമ്മൾ പാടിയിരുന്നു അല്ലേ? വസബഅത്തുൻ ഔലാദുഹും ഖാസിമുൻ സൈനബ് റുഖിയ ഫാത്തിമ യാ ഫാഹിം വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്ര ബിതർതീബിസ്സുകൻ അതാഹു ഇബ്രാഹീമു മിൻ സുരിയ വ ഉമ്മുഹു മാരിയത്തുൽ കിബ്തിയ. പദ്യം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ രേഖപ്പെടുത്തണം. താഴോട്ടെടുത്ത് എഴുതണം. അപ്പം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയതുപോലെ അടയാളപ്പെടുത്താം. കാസിം, അബ്ദുള്ള 2 ആൺമക്കൾ, ഉമ്മു കുൽസു, സൈനബ, റുഖിയ, ഫാത്തിമ 4 പെൺമക്കൾ. ഇവരുടെ മാതാവ് ഖദീജത്തുൽ കുബ്ര. ഇബ്രാഹീമിൻ്റെ ഉമ്മ മാരിയത്തുൽ കിബ്തിയ. അപ്പോൾ ഇവിടെ മക്കളുടെ പേരുകൾ എടുത്ത് എഴുതിയാൽ മതി. മാതാവിൻ്റെ പേര് അടുത്ത ചോദ്യം വരുന്നുണ്ട്. അടുത്ത ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ആൺകുട്ടികളുണ്ട്? എത്ര ആൺകുട്ടികളാണ്? 3 ആൺകുട്ടികളാണ്. പാഠം വായിക്കുമ്പോൾ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 ആൺകുട്ടികൾ 4 പെൺകുട്ടികൾ. അപ്പോൾ അടുത്ത ചോദ്യം അതാണ് വരുന്നത്. അത് എഴുതാം. അപ്പോൾ 3 ആൺകുട്ടികൾ ആരൊക്കെയാണ്? ഇബ്രാഹിം, അബ്ദുള്ള, കാസിം. അപ്പോൾ പേരുകളും കൂടി അതിൻ്റെ കൂടെ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് എഴുതി വെക്കട്ടെ എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികൾ 4. അപ്പോൾ അത് പേരെഴുതുക. ആരൊക്കെയാണ്? സൈനബ, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസു. അപ്പോൾ പേരുകളും കൂടി ഒന്ന് മനസ്സിലാക്കാം. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫാത്തിമ ബീവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരത്തിൽ ഫാത്തിമയേക്കാൾ സാദൃശ്യമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് മനസ്സിലാക്കി എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നാൽ അവർ സ്വാഗതം ചെയ്യുകയും അവരുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ അടുത്ത് ചെന്നാലും അവർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എഴുതാം. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്.
അടുത്തത് സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ആരെല്ലാമാണ് ഇവിടെ അടയാളപ്പെടുത്തുക. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ഹുവൈലിദിന്റെ മകൾ ഖദീജയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയും മുസാഹിമിന്റെ മകൾ ആസിയയും ഇമ്രാന്റെ മകൾ മറിയമ്മുമാണ്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെയും ചോദ്യം വരായിരുന്നിട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ലോകത്ത് വ്യാപിച്ചത് ആരിലൂടെയായിരുന്നു? ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെയാണ് നബി കുടുംബം വ്യാപിച്ചത്. അടയാളപ്പെടുത്തി എഴുതുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ പഠിക്കുന്നതിൻ്റെ വിധി എന്തായിരുന്നു? മക്കളുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. നബി കുടുംബത്തെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. അപ്പോൾ രണ്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അടുത്തെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമ ബീവിയോട് ഉണ്ടായിരുന്ന സ്നേഹം വിവരിക്കാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നോ? അതന്നെ ഇവിടെയൊക്കെ എഴുതുക. ഈ ബോക്സ് ഒന്ന് നോക്കി എഴുതുക. എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിക്കുകയും അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നാലും അവർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമാറുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എഴുതുക ഇവിടുന്ന്. ഓക്കെ. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ മാതാക്കൾ ആരെല്ലാമാണ്? ഖദീജത്തുൽ കുബ്ര, മാരിയത്തുൽ കിബ്തിയ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ മാതാക്കൾ. അപ്പോൾ അത് ആരൊക്കെ മാതാക്കളാണ് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അതങ്ങനെ സെപ്പറേറ്റ് ചോദ്യം വരും. ഇബ്രാഹീമിൻ്റെ മാതാവ് ആര്, ഖാസിമിൻ്റെ ഉമ്മയാര് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. ഞാൻ നേരത്തെ മാച്ച് ചെയ്യുന്ന പറഞ്ഞിരുന്നു, അതുപോലെ വന്നതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ എന്താണ്? ബിൻത്ത് ഹുവൈലിദിൻ്റെ മകളാണ്. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. അപ്പോൾ അതിൻ്റെ ഡി. ആസിയ റളിയല്ലാഹു അൻഹ ബിൻത്ത് മുസാഹിം. അപ്പോൾ അതിൻ്റെ എ എഴുതാം. മറിയം റളിയല്ലാഹു അൻഹ ബിൻത്ത് ഇമ്രാൻ്റെ മകൾ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എത്രയാണ് 22ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ബൈത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേര് വരുന്ന ബൈത്ത് നന്നായി പഠിക്കുക. എന്നാലാണ് നമുക്ക് മക്കളുടെ പേരുകൾ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആൻസറൊന്നും എഴുതിയിടാത്തതിൽ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി തെറ്റില്ലാതെ എഴുതുക. നമുക്ക് എഴുത്തിനേക്കാളും പ്രാധാന്യം പാഠഭാഗം പഠിക്കുന്നതിലാണ്. അപ്പോൾ വീഡിയോ കേട്ട് നന്നായിട്ട് പാഠം മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് വർക്കിലില്ലാത്ത ചോദ്യങ്ങളൊക്കെ എക്സാമിന് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും. ഓരോ പാഠഭാഗങ്ങളും എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിനെക്കുറിച്ചൊക്കെ പറയും. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഒക്കെ ലഭിക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. 82 89 89 29 85. അപ്പോൾ നമുക്ക് ചോദ്യപേപ്പറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വീഡിയോ ചെയ്യാൻ സമയപരിമിതി മൂലം ചെയ്യാൻ കഴിയാത്തതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എക്സാം ആകുമ്പോഴേക്കും ഒക്കെ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും പഠിക്കാനും പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാനൊക്കെ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.